മൗഖൂസ് മൗലൂദിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇർതകബതു അലൽ ഖതാ ഖൈറസിൻ വഹദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റസൂലേ, താങ്കൾ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് ആരോടാണ് തേടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന സമൂഹം. ഇതേ രൂപത്തിൽ ശറഫുൽ അനാ മൗലൂദിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യാ ബഷീറു യാ നദീറു ഫൈദംനി വഅജ്ർനി യാ ഹയ്യാതി യാ മലാദി എന്നാണ്. ബഷീറായ നദീറായ നബിയെ, താങ്കൾ ഞങ്ങളെ സഹായിക്കണേ, താങ്കൾ ഞങ്ങളെ കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന സമൂഹം. വദുനൂബിൽ മൂബികാതി അന്ത സതാറുൽ മസാബി വമുഖീദുൽ അഹറാതി, വൻ പാപങ്ങളെ പോലും പൊറുക്കാൻ കഴിവുള്ള പ്രവാചകരെ, താങ്കൾ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമെന്ന് പ്രവാചകനോട് പച്ചയ്ക്ക് പൊറുക്കലിനെ തേടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടമ എത്ര വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് വമൻ യഗ്ഫറ ദുനൂബ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരാണുള്ളത്? അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരാണുള്ളത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാലപ്പാട്ടുകളിലൂടെയും മൗലൂദിലെയും മുഹീദ്ദീൻ മാലയിലൂടെയും പൊറുക്കലിനെ തേടാൻ നമുക്കാവുക?